ഇവൾ ഝാൻസി, അഭിഭാഷകനായ വിഷ്ണുവിന്റെ ഓമന നായ. കഴിഞ്ഞ മാസം രാത്രിയാണ് ഝാൻസിക്ക് പാമ്പിന്റെ കടിയേറ്റത്. ഝാൻസി ഇങ്ങനെ ചാടി വന്നിട്ട് പാമ്പിനെ കയറി ആക്രമിച്ചു. പിന്നെ അപ്പോഴാണ് പാമ്പിനെ കാണുന്നത്. പിന്നെ അടുത്ത ദിവസം രാവിലെയാണിത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ വിദൂരതയിലോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം എന്തോ പറ്റിയെന്ന് മനസ്സിലായി. വീടിന് പിന്നിലെ തോട്ടിൽ നിന്ന് ഇടയ്ക്കിടെ പാമ്പുകൾ പിൻവശത്തേക്ക് വരാറുണ്ട്. അവയെല്ലാം ഝാൻസി ഓടിക്കാറുമുണ്ട്. അങ്ങനെ വിഷ്ണു അന്നും വിചാരിച്ചുള്ളൂ. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴേക്കും ഝാൻസി പ്രതികരിക്കാതെ ആയതോടെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് പാമ്പുകടിയേറ്റു എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ആരോഗ്യനില വഷളായി. അണലിയുടെ വിഷം ശരീരത്തിലാകെ പടർന്നു. ആദ്യമേ ചാൻസ് വളരെ കുറവാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലഡ് ഫ്ലോ ഇല്ല. വെച്ചാൽ ഇത് അക്യൂട്ട് കിഡ്നി അതിലോട്ട് വന്നായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്തിട്ടാണ് പിന്നെ രക്ഷോട്ട് പോകുന്നത്. ഡയാലിസിസ് അടക്കം ചെയ്ത് 10 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് ഝാൻസിയുടെ ജീവൻ തിരിച്ചു പിടിച്ചത്. 60,000 രൂപയോളം ചികിത്സയ്ക്കായി. എങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന ഝാൻസിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാനായി എന്ന സമാധാനത്തിലാണ് വിഷ്ണു. 10 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഝാൻസി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് വർദ്ധിത വീര്യത്തോടെയാണ്. തന്റെ വീടിന് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തെയും ഇനിയും ചെറുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ. ക്യാമറാമാൻ ജിതിനൊപ്പം സൈഫുനിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.